അന്ന് ഒരേ ഒരു വഴി അറിയാമായിരുന്നുള്ളൂ എനിക്ക്. ഏത് നേരത്ത് വന്ന് കയറിയാലും ഇല നിറച്ച ആഹാരം വിളമ്പി തരുന്ന ഈ വലിയ വീട്ടിലേക്കുള്ള വഴി. അന്ന് ഞാൻ അന്നദാന പുരയിൽ വന്നിരുന്ന് നിലവിളിച്ചപ്പോ ഇറങ്ങി വന്നത് ഇച്ചായന. കരയണ്ടാടാന്ന് പറഞ്ഞ് കയ്യിലിരുന്ന കളിപ്പാട്ടം എനിക്ക് തന്നു. അന്ന് മുതൽ തുടങ്ങിയതല്ല ഇച്ചായ ഇങ്ങനെ നിഴല് പോലെ കൂടെ നടക്കാൻ. എന്നിട്ടും എനിക്കറിയാ ചായ, എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പിന്മാറുക എന്ന് പറയുമ്പോ എന്നെ ഇവനെയൊക്കെ ആർക്കും പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്ത് സേഫായിട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് ഒറ്റയ്ക്ക് കണക്ക് തീർക്കണം ഇച്ചായന്. അന്ന് ഇച്ചായൻ പറഞ്ഞില്ലേ കടയാടികളോട് നിയമത്തിന്റെ കോടതിയുടെ ഒക്കെ പുറത്തു വെച്ച് തീർത്തോളാമെന്ന്. അത് ഒറ്റയ്ക്ക് തന്നെ തീർക്കാൻ അയച്ചാന്റെ പുറപ്പാട് അല്ലേ? ഇല്ല ചായ, അപ്പച്ചന്റെ പേരിലുള്ള കണക്ക് തീർക്കാൻ ഇച്ചായനെ തനിച്ച് വിടില്ല ഞങ്ങൾ.